അത് എല്ലാ വോട്ടിംഗ് കാണിട്ട് പോളിംഗ് പാർട്ടി പോളിംഗ് സ്റ്റേഷനിൽ പുറപ്പെടുന്ന മുൻപ് കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ അവർ അവിടുന്ന് പുറപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. സോ 17C എല്ലാ പോളിംഗ് സ്റ്റേഷനും വോട്ടിംഗ് കാണിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ തന്നെ സൈൻ ചെയ്ത് കൊടുക്കണം. അത് എല്ലാ ഏജൻസും വാങ്ങണം എന്നുള്ളതാണ് ഒരു നിർദ്ദേശം. അത് പിന്നെ നമുക്ക് പരിശോധിക്കേണ്ടി വരും. കാരണം ഇത് കൃത്യമായിട്ട് എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു രേഖകളാണ്. ഇത് വെച്ചിട്ട് തന്നെ ആയിരിക്കും അവർ കൗണ്ടിങ് ദിവസം വരാൻ പോകുന്നത്. ആ 17C വെച്ചിട്ടാണ് അവിടെ ബാക്കി കാര്യങ്ങൾ അവർക്ക് നോക്കാനുള്ള ഒരു ഇതുള്ളത്. സോ അത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ അത് ഒരു എന്താ കേസാണെന്ന് നമുക്ക് നോക്കേണ്ടി വരും. കാരണം അത് കൃത്യമായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് കമ്മീഷനുടെ നിർദ്ദേശം. എന്താണ് അത് ഇപ്പൊ പോസ്റ്റൽ ബാലറ്റ്സ് താങ്കൾ എല്ലാവർക്കും അറിയാം. ഇതൊരു മാസീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. 3.78 lakh വോട്ടേഴ്സിലെ പോസ്റ്റൽ ബാലറ്റ്സ് ഈ സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളിലെ കൊടുത്തിട്ടുള്ളതാണ്. ഇത് ഹോം വോട്ടിംഗ് അടക്കം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിട്ട് ഈ വോട്ടേഴ്സ് ഓൺ ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള ആൾക്കാരുടെ പോസ്റ്റൽ ബാലറ്റ്സിന്റെ എല്ലാ കണക്ക് ആർഒമാർ എടുക്കണം. കൃത്യമായിട്ട് എടുത്ത ശേഷം ഡിഒമാർ അത് ക്രോസ് ചെക്ക് ചെയ്യണം, വാലിഡേറ്റ് ചെയ്യണം. പിന്നെ സിഒയുടെ ഓഫീസിൽ വന്ന ശേഷം നമ്മൾ അത് വാലിഡേറ്റ് ചെയ്യാനുള്ളതുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സ് ഫോളോ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധാരണമായിട്ടുള്ള ഒരു ദിവസങ്ങൾ മാത്രമാണ് ഇത് 3 ദിവസം. എത്രയും പെട്ടെന്നാണോ നമ്മൾ കൃത്യമായിട്ട് ഇത്ര ഒരു മാസീവ് എക്സസൈസ്, ഇത്ര വലിയ ഒരു എക്സസൈസ് ഫോർ പോസ്റ്റൽ ബാലറ്റ്സ് ബാക്കി ഏത് സംസ്ഥാനം ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ടുള്ള കണക്കെടുക്കാൻ ആർഒമാർ അവർക്ക് നിർബന്ധമുണ്ട്. കൃത്യമായിട്ടുള്ള കണക്ക് എടുക്കാൻ ഡിസ്ട്രിക്ട് ഓഫീസേഴ്സിന് നിർബന്ധമുണ്ട്. ഇത് സാധാരണമായിട്ടുള്ള ഒരു നമ്പർ ഓഫ് ഡേയ്സ് മാത്രമേ ഉള്ളൂ. ഇതിൽ ഒരിക്കലും ഒരു ഡിലേ വന്നിട്ടില്ല. കൃത്യമായിട്ട് എല്ലാ കാര്യത്തിലും സമയബന്ധിതമായിട്ട് തന്നെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിൽ ഒരു ഡിലേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് താങ്കളോട് പറയാനുള്ളത്. ഇലക്ഷൻ കമ്മീഷന്റെ സുതാര്യതയെ സംശയിച്ചുകൊണ്ട് ഓപ്പോസിഷൻ ലീഡർ ലെറ്റർ കൊടുക്കുന്ന അവസ്ഥയുണ്ടായി ഗണേഷ് കുമാറിനടക്കം. അതിപ്പോ എല്ലാ ആക്ടിവിറ്റീസിലെ ഇലക്ഷൻ എല്ലാ ആക്ടിവിറ്റീസിലെ പൊളിറ്റിക്കൽ പാർട്ടീസിലെ ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ട്. പോസ്റ്റൽ ബാലറ്റിന്റെ വോട്ടിംഗ് ചെയ്യുന്ന സമയത്തും വേണമെങ്കിൽ അവർക്ക് കാൻഡിഡേറ്റ് അവരുടെ ആൾക്കാർക്ക് വരാം. സ്ട്രോങ് റൂം തുറക്കുന്നത് അവരുടെ സാന്നിധ്യത്തിലാണ്. ഇവിഎമ്മിലെ സീലിംഗ് അടക്കം നടക്കുന്നത് അവരുടെ സാന്നിധ്യത്തിലാണ്. എല്ലാ പോളിംഗ് സ്റ്റേഷനിലെ അവരുടെ ബാലറ്റ് പോളിംഗ് ഏജന്റ്സ് ഉണ്ടാവും. 17C കൊടുക്കുന്നുണ്ട്. എല്ലാ സമയത്തും നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ റെപ്രസെന്റേറ്റീവ് സാന്നിധ്യത്തിൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായിട്ട് നടക്കുന്നത്. ഒരിക്കലും എവിടെയോ കൺഫ്യൂഷൻ വേണ്ട. ആർക്ക് വേണമെങ്കിലും വോട്ടർ ഫെസിലിറ്റേഷൻ കൗണ്ടറിൽ വേണമെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് വരാം, അവരുടെ കാൻഡിഡേറ്റ്സിന് വരാം. ഇത്ര സുതാര്യമായിട്ടുള്ള കാര്യം എല്ലാ ആക്ടിവിറ്റീസിലും ഇലക്ഷൻ കമ്മീഷനുടെ ആക്ടിവിറ്റീസിലും നമ്മൾ ചെയ്യാറുണ്ട്. ഇതിലെ ഒരിക്കലും ഒരു കൺഫ്യൂഷൻസ് ഇല്ല, ഒരു ക്ലാരിറ്റി ഇല്ല. വളരെ നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെ പോളിംഗ് ഏജന്റ്സിന് ഫോം 17C കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെന്താ വേണം? എല്ലാവരുടെ കയ്യിൽ ആ ബൂത്തിന്റെ കണക്കുണ്ടല്ലോ. പിന്നെ കൃത്യമായിട്ട് എല്ലാ കണക്ക് കൃത്യസമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പോസ്റ്റൽ ബാലറ്റ്സിന്റെ കാര്യത്തിലും വളരെ സുതാര്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാ പോസ്റ്റൽ ബാലറ്റ്സിന്റെ കാര്യത്തിലും എല്ലാ മീഡിയയുടെ സാന്നിധ്യത്തിൽ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് സമയബന്ധിതമായിട്ട് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇതിലെ ഡിലേ എവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓപ്പോസിഷൻ ലീഡറിന്റെ കത്ത് വന്നതിന് ശേഷമാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോ അതിനു മുൻപ് തന്നെ ഇതാകാമായിരുന്നില്ല? ഇത് നേരത്തെ തന്നെ 17C കൊടുത്തതിലേക്ക്. ഇപ്പോ 17C കൊടുക്കുന്ന കാര്യം വേറെയാണ്. 17C കൊടുത്ത കാര്യം നമ്മൾ അന്ന് തന്നെ രാത്രി 10:30 നമ്മൾ പബ്ലിഷ് ചെയ്തു. ഞാൻ പറയുന്നത് പോസ്റ്റൽ ബാലറ്റിന്റെ കാര്യമാണ്. പോസ്റ്റൽ ബാലറ്റിന്റെ കാര്യത്തില് 3.78 lakhs ആൾക്കാരുടെ പോസ്റ്റൽ ബാലറ്റ്സ് നമ്മൾ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കണമെങ്കിൽ സാധാരണമായിട്ടുള്ള ഒരു സമയമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. സോ അതിലെ ഒരു ഡിലേ വന്നിട്ടില്ല. എല്ലാ കണക്ക് കൃത്യമായിട്ട് ROC എടുക്കണം. പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ മൊത്തം പോസ്റ്റൽ ബാലറ്റ്സിന്റെ ആക്ടിവിറ്റീസ് നടന്നിട്ടുള്ളത്. നമ്മുടെ സ്ട്രോങ് റൂമിലെ പോസ്റ്റൽ ബാലറ്റ്സ്
നമ്മൾ വെക്കുന്ന സമയത്ത് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ആൾക്കാർ ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിലാണ് മൊത്തം വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യുന്നത്. ആ എല്ലാ പ്രോസസ്സ് എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധാരണമായിട്ടുള്ള ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇതിലെ നമ്മുടെ കൃത്യമായിട്ട് ടൈം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലെ ഒരു ഡിലേ ഇല്ല എന്നുള്ളതാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ട് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.